എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്ലോകം ഭാഗവത മഹാത്മ്യത്തിലെ 4-ാം അധ്യായത്തിൽ 11 തൊട്ടുള്ള ശ്ലോകങ്ങൾ പറയാം. ശ്രീകുമാരാവോജോ ശ്ലോകം 11. യേ മാനവ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരതാ വിമാർഗക ക്രോധാഗ്നിദഗ്ധ കുടിലാശകാമിന സപ്താഹയജ്ഞേന കലോ പുനന്ദിരേ. യേ മാനവ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരതാ വിമാർഗക ക്രോധാഗ്നിദഗ്ധ കുടിലാശകാമിന സപ്താഹയജ്ഞേന കലോ പുനന്ദിരേ. കുമാരന്മാർ പറഞ്ഞു, ഏതൊരുത്തൻ എപ്പോഴും പാപം ചെയ്യുന്നവരും ദുരാചാരത്തിൽ തൽപരന്മാരും നിഷിദ്ധ കാര്യങ്ങളെ നടത്തുന്നവരും ക്രോധസ്വരൂപമായ അഗ്നിയിൽ വീണ് ദഹിക്കുന്നവരും കുടിലന്മാരും കാമികളുമായിരിക്കുന്നുവോ അവരെല്ലാവരും സപ്താഹയജ്ഞത്താൽ കലിയുഗത്തിൽ പരിശുദ്ധരായി ഭവിക്കും. ഇങ്ങനെ പറഞ്ഞാൽ പാപദുരാചാര കൗടില്യാദ്യ നിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യുവാനുള്ള അനുവാദമായിട്ടല്ല ധരിക്കേണ്ടത്. സപ്താഹയത്നത്തിനുള്ള മഹിമയെ പ്രശംസിപ്പാൻ വേണ്ടിയിട്ട് ഈ വിധം വർണ്ണിച്ചതായിട്ട് ധരിക്കണം. എന്ത് പാപം ചെയ്താലും സപ്താഹയജ്ഞം പരിഹാരമായിട്ടുള്ളതിനാൽ പാപികൾ ലോകത്തിൽ വർദ്ധിക്കട്ടെ എന്നല്ല മഹർഷിമാരുടെ അഭിപ്രായം. സപ്താഹയജ്ഞം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മാത്രമാകുന്നു. ശ്രേഷ്ഠമായ വിഷയത്തിൽ ശ്രദ്ധയെ ജനിപ്പിക്കുവാൻ ഈ വിധം വർണ്ണിക്കുന്നത് പുരാണ സമ്പ്രദായമാകുന്നു. രോചനാർത്ഥ ബലശ്രുതി സൽകുതാദികളിൽ ശ്രദ്ധയെ അധികരിപ്പിക്കുകയാണ് ബലശ്രുതിയുടെ പ്രയോജനം. ശ്ലോകം 12. സത്യേന ഹീന പിതൃമാതൃദൂഷക തൃഷ്ണാകുലാശാശ്രമധർമ്മവർജിതാഃ ഏദംബികാ മത്സരിണോ വിഹിംസക സപ്താഹയജ്ഞേന കലോ പുനന്ദിരേ. സത്യേന ഹീന പിതൃമാതൃദൂഷക സദർഷ്ണാകുലശാശ്രമധർമ്മവർജിതാഃ ഏദംബികാ മത്സരിണോ വിഹിംസക സപ്താഹയജ്ഞേന കലോ പുനന്ദിരേ. സത്യേന ഹീന പിതൃമാതൃദൂഷക തൃണാകുലാശാശ്രമത അധർമ്മവർജിതാഃ ഏദാംബികാ മത്സരിണോ വിഹിംസക സപ്താഹയജ്ഞേന കലോ പുനന്ദിരേ. സത്യം വിട്ട് നടക്കുന്നവരും മാതാവിനെയും പിതാവിനെയും ദുഷീകരിക്കുന്നവനും ദുരാശ കൊണ്ട് നിറഞ്ഞവരും അതാത് ആശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവരും പരവഞ്ചകന്മാരും മത്സരികളും പ്രാണിഹിംസകന്മാരുകൂടെ കലിയുഗത്തിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധന്മാരായി ഭവിക്കുന്നു. ഇതിൻ്റെ സാരം മേൽപ്പറഞ്ഞ തരക്കാർ ഭാഗവത ശ്രവണത്താൽ അവരുടെ പാപകർമ്മങ്ങളെ പശ്ചാത്തപിക്കുവാനും ആ വക ദുഷ്പ്രവൃത്തികളെ ഉപേക്ഷിച്ച് സദാചാര തൽപരനാവാനും ഇടവരും. അങ്ങനെ അവർ ശുദ്ധന്മാരാകും എന്നാണ്. ശ്ലോകം 13. പഞ്ചാഗ്രപാപാചലജാത്മകാരിണഃ ക്രൂരാവിചാരാ ഇവ നർദയാചയേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണഃ സപ്താഹയജ്ഞേന കലോ പുനന്ദിരേ. പഞ്ചോഗ്രപാപാചലജാത്മകാരിണഃ ക്രൂരാവിചാരാ ഇവ നർദയാചയേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണഃ സപ്താഹയജ്ഞേന കലോ പുനന്ദിരേ. പശുഹത്യ, ബ്രഹ്മഹത്യ, മദ്യപാനം, സ്വർണചോരണം ഇവ ചെയ്യുന്നവരോടുള്ള സംസർഗം എന്ന മഹാപാതകമുള്ളവരും അല്പവസ്തുവിനെ മഹത്വസ്തുവായിട്ട് ബോധിപ്പിക്കുന്നതുമായ ചലമെന്ന പാപവും ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും ധരിപ്പിക്കുന്ന സ്വഭാവമാകുന്ന കപടമെന്ന പാപവും ആചരിക്കുന്നവരും പ്രാണികാരുണ്യമില്ലാത്തവരോടും പിശാചുക്കളുടെ എന്ന പോലെ എപ്പോഴും ആരോടും ദയ കാണിക്കാതെ വ്യാപരിക്കുന്നവരും ബ്രാഹ്മണധനത്തെ അപഹരിച്ച് ശരീരത്തെ പോഷിപ്പിക്കുന്നവരും പരശ്രീയെ പ്രാപിക്കുന്നവരും കലിയുഗത്തിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധിയെ പ്രാപിക്കുന്നു. ശ്ലോകം 14. കായേന വാച മനസാ വിപാദകം നിത്യം പ്രകുർവന്തി ഷഡാഹടേനയേ പരസ്വപുഷ്ടാ മലിനാ ദുരാശയാ സപ്താഹയജ്ഞേന കലോ പുനന്ദിരേ.
കായേന വാചാ മനസാ വിവാദകം നിത്യം പ്രകുർവന്തി ശലാഘടേനയേ പരസ്വപുഷ്ടാ മലിനാ ദുരാശയ സപ്താഹയജ്ഞേന കലോ പുനന്തിരേ. ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എപ്പോഴും കൽപ്പിച്ചു കൂട്ടി പാപം ചെയ്യുന്നവരും പരസ്വത്തുകൊണ്ട് സ്വശരീരത്തെ പോഷിപ്പിക്കുന്നവരും കുൽസിതവാസനയുള്ളവരും അതിനാൽ ദുഃഖിച്ചിരിക്കുന്ന അന്ധകരണത്തോടുകൂടിയവരും കലിയിൽ സപ്താഹയജ്ഞത്താൽ പരിശുദ്ധന്മാരായി ഭവിക്കും. ശ്ലോകം 15. അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. സപ്താഹയജ്ഞത്താൽ പാപം നശിക്കുമെന്നുള്ളതിനെ ബോധിപ്പിക്കുന്നതായ ഒരു പുരാതന ചരിതമുണ്ടായിട്ടുണ്ട്. അതിനെ ഞങ്ങൾ അങ്ങയോട് പറയാം. അതിനെ ശ്രവിക്കുന്നത് കൊണ്ട് തന്നെ പാപം നശിക്കും. ശ്ലോകം 16. തുംഗഭദ്രാതടേ പൂർവം അഭൂപത്തനമുത്തമം യത്ര വർണ്ണാ സ്വധർമ്മേണ സത്യസത്കർമ്മതൽപരാഃ. തുംഗഭദ്രാതടേ പൂർവം അഭൂപത്തനമുത്തമം യത്ര വർണ്ണാ സ്വധർമ്മേണ സത്യസൽക്കർമ്മതൽപരാഃ. ദക്ഷിണദേശത്തിൽ സുപ്രസിദ്ധമായ തുംഗഭദ്രാ നദിയുടെ തീരത്തിൽ പൂർവകാലത്തിൽ ഉത്തമമായ ഒരു നഗരമുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന ബ്രാഹ്മണാദി വർണ്ണങ്ങൾ സ്വധർമ്മശ്രദ്ധയോടും സത്യം, സൽക്കർമ്മം എന്നീ ശുഭാചാരങ്ങളിൽ വളരെ താൽപ്പര്യത്തോടു കൂടിയവരുമായിരുന്നു. ശ്ലോകം 17. ആത്മദേവാപുരേ തസ്മിൻ സർവവേദവിശാരദഃ ശ്രൗതസ്മാർത്ഥേഷു തിഷ്ണാദോ വിദിതീയായിവ ഭാസ്കരഃ. ആത്മദേവാപുരേ തസ്മിൻ സർവവേദവിശാരദഃ ശ്രൗതസ്മാർത്ഥേഷു നിഷ്ണാദോ ദ്വിതീയായിവ ഭാസ്കരഃ. ആ നഗരത്തിൽ സർവവേദങ്ങളും നന്നായി അറിഞ്ഞിട്ടും വേദങ്ങളിലും ശ്രുതികളിലും വർദ്ധിച്ചിരിക്കുന്ന ധർമ്മങ്ങളിൽ അതിശ്രദ്ധാലുവും രണ്ടാമത്തെ സൂര്യൻ എന്ന പോലെ ഏറ്റവും ശ്രീമാനുമായ ആത്മദേവൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. ശ്ലോകം 18. ഭിക്ഷുവോ വിത്തവാം ലോകേ തൽപ്രിയാദുന്ധുലേ സ്മൃത സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരീ സുകുലോത്ഭവ. ഭിക്ഷുവോ വിത്തവാം ലോകേ തത്പ്രിയാദുന്ധുലേ സ്മൃത സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരീ സുകുലോത്ഭവ. ഭിക്ഷുവൻ ലോകത്തിൽ വിത്തവാനാകുന്നു. നശിക്കാത്തതായ ധനം ഭിക്ഷുവന് തന്നെയുള്ളൂ. ഏകനുള്ള മുതൽ നശിച്ചുപോയെന്നു വരാം, ലോകത്തിലുള്ള മുതൽ നശിക്കേയില്ല. അതിനാൽ ലോകത്തിൽ ധനവാൻ ഭിക്ഷുവൻ തന്നെ. ആ വിധത്തിൽ ധനവായ ആത്മദേവന്റെ ഭാര്യയ്ക്ക് ദുന്ദുലി എന്നു പേർ. അവർ പറയുന്ന വാക്യത്തെ സാധിപ്പിക്കുന്നവളും സുന്ദരിയും ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ചവളുമായിരുന്നു. ശ്ലോകം 19. ലോകവാർത്താരതാ ക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാജ ഗൃഹകൃത്യേഷു കൃവണാ കലഹപ്രിയ. ലോകവാർത്താരതാ ക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാജ ഗൃഹകൃത്യേഷു കൃപണാ കലഹപ്രിയ. ലോകത്തിലുള്ളവരുടെ ഗുണദോഷങ്ങളെ വർണ്ണിക്കുന്നതിലും കേൾക്കുന്നതിനും താൽപ്പര്യമുള്ളവളും പ്രായേണ അധികം സംസാരിക്കുന്നവളും ഗൃഹജോലികളെ നടത്തുന്നതിൽ സാമർഥ്യമുള്ളവളും അതിഥി സൽക്കാരം മുതലായ ദാനവിഷയങ്ങളിൽ മനസ്സില്ലാത്തവളും കലഹത്തിൽ താൽപ്പര്യമുള്ളവളുമായിരുന്നു. ശ്ലോകം 20. ഏവം നിവസതോ പ്രേണ ദമ്പത്യോരനപത്യയോ അർത്ഥകാമാനസ്തയോരാസൻ ന സുഖായാഗൃഹാദികം. ഏവം നിവസതോ പ്രേണ ദാമ്പത്യോരനപത്യയോ അർത്ഥകാമാസയോരാസൻ ന സുഖായാഗൃഹാദികം. അന്യോന്യം പ്രേമത്തോടുകൂടി ഇപ്രകാരം വസിക്കുന്ന അവർക്ക് സന്താനമുണ്ടായിരുന്നില്ല. അതിനാൽ അർത്ഥങ്ങളും ഭോഗവിഷയങ്ങളും ഗൃഹാദി സർവവും
ദുഃഖഹേതുവായിട്ട് ഭവിച്ചില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.